ആ വരവും അതൊക്കെ ഭയങ്കര ഒരു കാഴ്ചയാണ്. നേരത്തെ കുട്ടന്മാരാര് പെരുവനം കുട്ടന്മാരാര് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് പ്രകൃതിയുടെ ഒരു താളമാണെന്നാണ്. കാരണം ഈ ഒരു മേളം എന്ന് പറഞ്ഞാൽ പതിഞ്ഞൊരു താളമായിരിക്കും. നമ്മൾ സ്ഥിരം കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു താളമല്ല. നമ്മൾ രണ്ട് നല്ല രീതിയിൽ ഡപ്പാങ്കൂത്ത് കളിക്കുക അങ്ങനത്തെ ഒരു സ്റ്റെപ്പല്ല ഇതിന്റെ ഒരു പരിപാടി. കാരണം പതിഞ്ഞ താളത്തിൽ മെല്ലെ മെല്ലെ കയറി വന്ന ആ ആരവം അങ്ങനെ അങ്ങ് കയറി ആവേശം പെരുക്കും. ഇപ്പം ആന്റണിയുടെ ആദ്യത്തെ പുലികളി അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ ആദ്യത്തെ പുലികളി അനുഭവം നമ്മൾ ഇതിനു മുമ്പും ഈ സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഇത്. പക്ഷെ നമ്മൾ അന്ന് ഈ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ എന്തൊരു തിരക്കാ, നമ്മൾ എങ്ങനെ ഇവിടെ വന്ന് ഇതെങ്ങനെ ആസ്വദിക്കുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് ഈ ആവേശത്തിന്റെ ഭാഗമാകുന്നത്. ആവേശം ഇപ്പൊ നമ്മൾ ഈ വര മാത്രമാണ് കാണുന്നത്. ഇതാ കുടമണിയൊക്കെ കെട്ടി ആ മുഖമൊക്കെ വെച്ച് അവരിങ്ങനെ ആ ചെണ്ടയുടെ താളത്തിൽ ഇങ്ങനെ വെച്ച് ചുവട് വെച്ച് വരുമ്പോ അവരുടെ മനസ്സിലാ താളമുണ്ട്. ആ താളത്തിലാണ് അവരൊന്ന് പറയുമ്പോഴേക്കും അത് ഈ ചെണ്ടയുടെ താളം കേൾക്കുന്ന ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്നുള്ള ആ ഒരു താളമാണ് നമുക്ക് അതിൽ നിന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ ആ താളം നമുക്കത് കേൾക്കാൻ പറ്റും. കായലരികത്ത് വല നമുക്കൊന്ന് പാടി നോക്കണം കേട്ടോ, നമുക്ക് ആ താളം തന്നെ ആണോ എന്നുള്ളത്. അതെ അതെ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ആ മണിയുടെ ശബ്ദമൊക്കെ ഇങ്ങനെ കേട്ടവരിങ്ങനെ വരുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു അത് ഒന്നല്ലല്ലോ 50 ഓരോ സംഘത്തിലും 31 മുതൽ 51 വരെ പുലികളാണുള്ളത്. അത് മിനിമം 31 51 വരെ ആകാമെന്നുള്ളതാണ്. അങ്ങനെ 7 സംഘങ്ങൾ 350-350-ലധികം. ഇത്തവണ വനിതാ പുലികൾ കുറവാണെന്നുണ്ട്. കഴിഞ്ഞ തവണ 4-5 പേരൊക്കെ ഉണ്ടായിരുന്നു വനിതാ പുലികൾ. പിന്നെ അതേപോലെ കുട്ടിപ്പുലികളുണ്ട്, ധാരാളം കുട്ടിപ്പുലികളുണ്ട്. ഈ കാളിദാസന്റെ ആവേശം കാണുമ്പോ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. കാളിദാസന് ഒന്ന് പാടാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണെന്ന്, ശരിയല്ലേ? പിന്നെ പാടാം, പാടിക്കോ കളി പാട്ട് നിനക്ക് പറ്റുന്ന പാടാം. ഏതാ നമുക്ക് എന്തായാലും തൃശ്ശൂര് വന്ന് നമുക്ക് തൃശ്ശൂരിന്റെ തനത് സോങ് എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് ഏതായിരിക്കും? നമ്മുടെ കാന്താ ഞാനും വരാം. അതെ, കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമെനിക്കൊന്ന് കൂടണം കാന്ത, പൂരമെനിക്കൊന്ന് കൂടണം കാന്ത, തിമിലയെനിക്കൊന്ന് കാണണം കാന്ത, തിമിലയെനിക്കൊന്ന് കാണണം കാന്ത. കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. ഇത് പൂരമല്ല, ഇതും പൂരമാണ്. ഒരു പാട്ടില് ഇതിപ്പോ പൂരം അല്ല എന്നുള്ളതുകൊണ്ട് മാറ്റി പറയണം എന്നുള്ളതാണ്. കാരണം പുലികളി കാണാൻ വരണം, ആ താളം കേൾക്കാൻ വരണം എന്ന് പറയണം. അതൊരു കഥയുള്ളത്. യൂസഫ് അലി കച്ചേരി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതായത് 3-ാം ഓണത്തിന് പുലികളി കാണാൻ ഞാൻ വന്നു കാത്തു നിന്നു എന്ന് പറയുന്നത് വിരോധമുണ്ട്, വലിയ പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർക്കാരോട് നീ എന്തൊക്കെ പറയണേ 4-ാം ഓണത്തിലെ. അതെ, അപ്പൊ അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പൂരത്തിന് പാടുന്ന പാട്ട് പൂരത്തിന് പാടുക, പുലികളിക്ക് പാടുന്ന പാട്ട് പുലികളിക്ക് പാടുക. എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഇനി വേറെയും പുലിമടകൾ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ അധികം ഒന്നും എത്തിയിട്ടില്ല, ഇനിയും പുലിമടകളിലേക്ക് പോകേണ്ടതുണ്ട്.